ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്നത് കൊല്ലം തെങ്കാശി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ്. സമയം ഏകദേശം വെളുപ്പിന് 5:15 ഈ യാത്ര അച്ചൻകോവിലേക്കാണ്. പുനലൂർ എത്തിയതിന് ശേഷം 2 വഴിയിലൂടെ നമുക്ക് അച്ചൻകോവിലേക്ക് എത്താം. ഒന്നെങ്കിൽ പുനലൂരിൽ നിന്നും തമിഴ്നാട് ചെങ്കോട്ട വഴി അച്ചൻകോവിലേക്ക്, അല്ലെങ്കിൽ പുനലൂരിൽ നിന്ന് അലിമുക്ക് വഴി അച്ചൻകോവിലിൽ പോവാം. 6:15 പുനലൂരിൽ നിന്ന് ഈ 2 ഭാഗത്തുകൂടെയുള്ള ബസ്സുകളുള്ളത്. അതിലേതാണോ കിട്ടുന്നത് നമുക്ക് ആ ബസ്സിൽ പോകാം. ഈ കാണുന്നതാണ് പുനലൂർ KSRTC ബസ് സ്റ്റാൻഡ്. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് ബസ്സിൽ വന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6:30 അടുത്തിരിക്കുകയാണ്. 6:15 2 ബസ്സും പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി അടുത്ത അച്ചൻകോവിൽ ബസ് ഇനി 9 മണിക്കാണെന്നാണ്. 9 മണിയുടെ ബസ് പുനലൂരിൽ നിന്നും തുടങ്ങി അലിമുക്ക് വഴി അച്ചൻകോവിലേക്ക് പോകുന്ന ബസ്സാണ്. അങ്ങനെ 9 മണിയുടെ പുനലൂരിൽ നിന്നും യാത്ര ആരംഭിച്ച് അലിമുക്ക് വഴി അച്ചൻകോവിലേക്ക് പോകുന്ന ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കാം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അലിമുക്ക് എന്ന ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അലിമുക്ക് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് അച്ചൻകോവിലേക്ക് പോകേണ്ടത്. അലിമുക്കിൽ നിന്നും തിരിയുമ്പോഴേക്കും നമ്മൾ ഇത്രയും നേരം കണ്ട കാഴ്ചകളൊക്കെ മാറി വനാന്തരീക്ഷത്തിൻ്റെ ആ ഒരു കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും വനം തുടങ്ങിയില്ലെങ്കിലും ചെറിയ വനത്തിൻ്റെതായ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇതെല്ലാം ജനവാസ മേഖലയാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകാം. ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നും അല്ലെങ്കിൽ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നുമൊക്കെ മാറി നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു വഴിയാണ് ഈ ഒരു പാത. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും എത്ര മനോഹരമായ പാതയാണ് ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അല്പം കൂടി വനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആ ഒരു വന്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വനത്തിൻ്റെ ഒരു അന്തരീക്ഷം മാറി കുറച്ചൊരു തുറസായ സ്ഥലം എത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ കൃഷി നടത്തുന്നുണ്ട്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ ഇത് കുറച്ച് വന മേഖലയിൽ നിന്ന് മാറി ജനവാസ മേഖല കുറച്ച് വന്നിട്ടുണ്ട്. ഏതോ ഒരു ജംഗ്ഷനാണ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാം. ഈ കാണുന്നത് ഒരു സർക്കാർ വക തടി ഡിപ്പോയാണ്. പല സൈസിലുള്ള മരങ്ങൾ ഇങ്ങനെ മുറിച്ച് അവിടെ അവിടെയായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അല്പം മുന്നോട്ട് വന്നപ്പോഴേക്കും റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നിറയെ കുണ്ടും കുഴിയുമാണ്. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ചെറിയ വാഹനങ്ങളിലൊക്കെ വരുന്നവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വഴിയൊക്കെ യാത്ര ചെയ്ത് വരുന്നത്. നമ്മൾ ബസ്സിലായതുകൊണ്ട് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ.
ഇപ്പോൾ പൂർണ്ണമായിട്ടും വനമേഖലയിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ നിന്നും വന്യമൃഗങ്ങൾ ഈ നമ്മുടെ യാത്രയൊക്കെ അവർ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ അവരെ കാണുന്നില്ലെന്നേ ഉള്ളൂ. വന്യമൃഗങ്ങൾ ഇതുവഴി കടന്നു പോകും എന്നുള്ള ഒരു സൈൻ ബോർഡാണ് ഈ കാണുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ വനമേഖലയിലെത്തി എന്നുള്ളൊരു തെളിവാണ് ആ സൈൻ ബോർഡ്. വീണ്ടും നമ്മൾ വനമേഖലയിൽ നിന്ന് മാറി കുറച്ച് തുറസായ സ്ഥലത്തൂടെയാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾക്ക് ഭംഗിക്ക് ഒരു കുറവുമില്ല. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പം മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് റബ്ബർ തോട്ടമാണ്. നല്ല ഭംഗിയുള്ള റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത്. അല്പം കൂടെ മുന്നോട്ട് വരുമ്പോഴേക്കും ആ ഒരു വനാന്തരീക്ഷം മാറിയിട്ട് ചെറിയ കുന്നുകളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാം. അകലെ കാണുന്ന ഓരോ കുന്നുകളിലും ചെറിയ ചെറിയ കൃഷികളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് താഴെ കന്നുകാലികളൊക്കെ മേഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ചെറിയൊരു കുളമൊക്കെ ഞാൻ നേരത്തെ കണ്ടിരുന്നു. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ ഒരു ജംഗ്ഷൻ എത്തുന്നുണ്ട്. അവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പും ഷെഡും ഒക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. 1-2 ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. അല്പം കൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൈനാപ്പിൾ കൃഷി നടത്തുന്ന ഇടമാണ്. ഇവിടെല്ലാം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മറ്റൊരു ഹെയർ പിൻ്റെ വളവും കൂടി കയറുകയാണ്. നമ്മളിപ്പോൾ ഒരു ഹെയർ പിൻ ബെൻഡാണ് വളഞ്ഞ് കയറിയത്. അങ്ങ് അകലെ ദൂരെ കാഴ്ചകളൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. കണ്ടില്ലേ, ചെറിയ കൈതകൃഷി ഒക്കെ നമുക്ക് കാണാം. വീണ്ടും അടുത്തൊരു ഹെയർ പിൻ വളവിലോട്ടാണ് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് അകലെ ആ കുന്നിൻ്റെ മുകളിലൊരു മരം നിൽക്കുന്നത് കാണുമ്പോൾ ഒക്കെ ഒരു കാൽപ്പനികത നമുക്ക് അനുഭവപ്പെടും. വളരെ സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇവിടുത്തെ ചെറിയൊരു ഹെയർ പിൻ വളവിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ കോവിൽ ഇനി 18 കിലോമീറ്റർ എന്നുള്ളൊരു ബോർഡാണ് കണ്ടത്. നമ്മൾ ഇതുവരെ ഏകദേശം 24 കിലോമീറ്ററോളം സഞ്ചരിച്ചു. ഇനി ബാക്കി 18 കിലോമീറ്ററോളം ഉണ്ട്. വളരെ സാവധാനത്തിലാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് വളരെയധികം സമയം നമുക്ക് എടുക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു തേക്കിൻ കാട്ടിനകത്തൂടെയാണ് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് തന്നെ ഏതെങ്കിലും സർക്കാർ വക തടി ഡിപ്പോ കാണാൻ സാധിക്കും. ശരിക്കും ഇതൊരു ബസ് സ്റ്റോപ്പാണ്. പക്ഷെ നമുക്ക് ഇത് നോക്കുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പായിട്ട് തോന്നുകയില്ല. എന്നാൽ എന്നും വരുന്ന ഡ്രൈവറിനും കണ്ടക്ടറിനും ഇതൊരു ബസ് സ്റ്റോപ്പാണെന്നുള്ള ആ ഒരു ധാരണയുണ്ട്. ഇടയ്ക്ക് ചെറിയൊരു വ്യൂ പോയിൻ്റ് കണ്ട് ഞാനത് എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് ക്യാമറയിൽ പതിഞ്ഞോ എന്നറിയില്ല. എങ്കിലും ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ബസ്സിന് അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും വനത്തിനുള്ളിലൂടെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടതുവശത്ത് നമുക്കൊരു അരുവിയൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ വെള്ളം വളരെ കുറവാണ്. മണലൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വെള്ളം കുറഞ്ഞ അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അരുവിയിൽ വെള്ളമുള്ള ഭാഗമൊക്കെ കാണുന്നുണ്ട്. ആ ഭാഗമൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ചെറിയ പാറക്കെട്ടുകളൊക്കെ കാണാം. നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കാം. ഈ ഒരു ഭാഗത്ത് നിറയെ വെള്ളമുള്ളത് കൊണ്ട് നിറയെ ആളുകൾ അവിടെ ഇറങ്ങി
ഫോട്ടോസും മറ്റുമൊക്കെ എടുക്കുന്നുണ്ട്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിറയെ ജലം ഉള്ളൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് എന്നെ ആകർഷിച്ചത് ഈ മുളം കാടുകളാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓരോരോ ഭാഗത്തായിട്ട് ആരോ കയറിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് മുളം കാടുകൾ നിൽക്കുന്നത്. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം ഇനിയും മുളം കാടുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കാട്ടരുവിയുടെ അരികിലൂടെയാണ് പോകുന്നത്. വളരെ ഭംഗിയുള്ളൊരു കാട്ടരുവിയാണ്. നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാം. അങ്ങ് അകലെയായിട്ട് വലിയ മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 11:15 അടുപ്പിച്ച് അച്ചൻകോവിൽ എത്തിയിട്ടുണ്ട്. ബസ് തിരികെ വീണ്ടും പുനലൂരിലേക്ക് യാത്ര പോയിരിക്കുകയാണ്. നമുക്കിനി മുന്നോട്ട് നടക്കാം. മുന്നോട്ട് നടന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ചെങ്ങന്നൂരിൽ നിന്ന് ഒരു യാത്ര വന്ന ബസ്സാണ് ഈ കിടക്കുന്നത്. നമുക്ക് ആ ഒരു ക്ഷേത്ര പരിസരത്തേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകളും നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അത്യാവശ്യം കടകളൊക്കെ പരിസര ഭാഗങ്ങളിലുണ്ട്. ചെറിയ ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കാം. ഈ കാണുന്നതാണ് പ്രശസ്തമായ അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കവാടം. പുനലൂരിൽ നിന്ന് നമ്മൾ അലിമുക്ക് വഴി വരുന്ന റൂട്ടാണ് ഈ കാണുന്നത്. അതുപോലെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വഴി വരുന്ന ബസ്സുകളെല്ലാം ഈ റൂട്ട് വഴിയായിരിക്കും വരുന്നത്. അച്ചൻകോവിൽ കാനനയാത്രയുടെ ആദ്യ ഭാഗം ഇവിടെ വരെയുള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നന്ദി.